ഈ വിശ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകങ്ങളുടെ മുഴുവൻ രൂപമാണ്. ലോകങ്ങളുടെ മുഴുവൻ രൂപം കാണിച്ചു കൊടുക്കുകയാണ്. ലോകങ്ങളുടെ മുഴുവൻ രൂപത്തിൻ്റെ മുമ്പിൽ നിൻ്റെ നീ ഇപ്പോൾ അഹിംസ എന്ന് വിചാരിക്കുന്ന സംഗതി ഉണ്ടല്ലോ, അതിന് യാതൊരു അർത്ഥവുമില്ല, അത് അഹിംസയുമല്ല. ഈ നക്ഷത്രജാലങ്ങളും മറ്റ് എല്ലാ തരത്തിലുള്ള മനുഷ്യവർഗങ്ങളും എല്ലാ തരത്തിലുള്ള സസ്യവർഗങ്ങളും എല്ലാ തരത്തിലുള്ള ജന്തുവർഗങ്ങളും എല്ലാം ഈ വിശ്വം എന്ന് പറയുന്ന മഹാവ്യാപ്തമായ അനന്തവ്യാപ്തമായ ലോകങ്ങളുടെ മേൽ വർത്തിക്കുന്ന സർവ്വലോകങ്ങളും ആകാശങ്ങളായ ആകാശങ്ങളുടെ എല്ലാം മേൽ വർത്തിക്കുന്ന സർവ്വ ആകാശങ്ങളും ബ്രഹ്മാണ്ടങ്ങളുടെ എല്ലാം മേൽ വർത്തിക്കുന്ന സർവ്വ ബ്രഹ്മാണ്ടങ്ങളും വെളിച്ചങ്ങളുടെ എല്ലാം മേൽ വർത്തിക്കുന്ന സർവ്വ വെളിച്ചങ്ങളും അന്ധകാരങ്ങളുടെ എല്ലാം കീഴേ വർത്തിക്കുന്ന സർവ്വ അന്ധകാരങ്ങളും പ്രപഞ്ചത്തിലെ ഗർത്തങ്ങളുടെ എല്ലാം താഴെ വർത്തിക്കുന്ന മഹാഗർത്തങ്ങളും എല്ലാം പ്രപഞ്ചമാകുന്ന ഞാനാണ് എന്ന് പറയുന്നത് ഒരു വലിയ ദർശനമാണ്. അതൊരു വ്യക്തിയല്ല, അതൊരു മഹാസങ്കല്പമാണ്. അത് ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തിയല്ല, അദ്ദേഹത്തിൻ്റെ അറിവാണ് കാണിച്ചു കൊടുക്കുന്നത്. അല്ല, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ശാരീരികമായ രൂപങ്ങളല്ല. കഥയുടെ ഭംഗിക്ക് വേണ്ടി, അലങ്കാരത്തിൻ്റെ ഭംഗിക്ക് വേണ്ടി, ഇമേജുകളുടെ ഭംഗിക്ക് വേണ്ടി, ഈ പ്രതീകങ്ങളുടെ സൗന്ദര്യാത്മകതയ്ക്ക് വേണ്ടി അത് അങ്ങനെയും കൂടി വർണ്ണിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, അങ്ങനെ ഒരാളുണ്ടെന്ന് നമ്മൾ അർത്ഥം ധരിക്കുന്നത്, അങ്ങനെ ഒരാളുണ്ടെന്നും കഥയുടെ സാങ്കത്യം അനുസരിച്ച് അർത്ഥം ധരിക്കാമെന്നേ ഉള്ളൂ. അങ്ങനെയും ധരിക്കാം. അതും ഒരു സുഖമുള്ള ധാരണയാണ്, അതും ഒരു ആനന്ദപൂർണ്ണമായ ധാരണയാണ്. ആ ധാരണയ്ക്കും ഒരു യുക്തിയുണ്ട് എന്നേ ഉള്ളൂ. അകലെ കിടക്കുന്ന പ്രപഞ്ചങ്ങളെല്ലാം അടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കുക. ഏതുപോലെയാണ് ഭൂമിയുടെ ഗോളമുണ്ടല്ലോ, ചില മേശപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, സ്കൂളുകളിലേക്ക് ഉണ്ടാകും മാഞ്ഞ് അതിലെ രേഖകളൊന്നും, കാക്ഷാംശ രേഖകളൊന്നും അതിനകത്ത് കാണില്ല, എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. പണ്ട് പട്ടപോയ കാലത്ത് ഏതോ ഒരു ഹെഡുമാഷ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണത്. പിന്നെ അതിനൊന്നും പണം കൊടുക്കില്ല വാങ്ങിക്കാൻ, ഇത് വാങ്ങി പോയാലേ. പഴയ കണക്ക് നോക്കുക, അവിടെ ഒരെണ്ണം ഉണ്ടല്ലോ എന്ന് പറയും, DO ഓഫീസ്, AE ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിദ്യാഭ്യാസ വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന ചില ഓഫീസുകളുണ്ട്. അവിടെ മേലാവായിട്ടിരിക്കുന്നത് ഒരു അധ്യാപകൻ തന്നെയാണ്. ഈ അധ്യാപനെ അവിടുത്തെ ക്ലർക്കന്മാരെല്ലാവരും കൂടി വിഴുങ്ങിക്കളയും, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അതാണ് DO ഓഫീസിലും AE ഓഫീസിലും ഒക്കെ സംഭവിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞാൽ DO, ആ ഒരു അത്ഭുത ചിഹ്നമായിട്ടാണ് അത് വരുന്നത്. EO എന്നുള്ളതും പെട്ടെന്ന് പറയുമ്പോൾ EO, ആ ഒരു അത്ഭുത ചിഹ്നമായിട്ടാണ്, വിദ്യാഭ്യാസത്തിലെ അത്ഭുത ചിഹ്നങ്ങളായിട്ടാണ് ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിൽക്കുന്ന വ്യക്തികളെല്ലാം ഉദ്ദേശിക്കുന്നത്. അത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല പലയിടത്തും. അപ്പോൾ ആ ഗോളം വെച്ച് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ എന്ത് കാണാനാണ് ഉദ്ദേശിക്കുന്നത് അധ്യാപകന് സയൻസ് അറിയാമെങ്കിൽ സയൻസ് അറിയാവുന്ന അധ്യാപകർ കുറവാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവൻ ഭൂമിയെ സങ്കല്പിച്ചോളണം. ആ ഭൂമിയെ സങ്കല്പിച്ചിട്ട് ആ ഭൂമിയുടെ ഓരോ സ്ഥലത്തും ഈ സൗരയൂഥത്തിൻ്റെ സ്ഥിതിയുടെ സവിശേഷത കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ തരത്തിലുമുള്ള സവിശേഷതകളും മേഖല തിരിച്ച് പഠിപ്പിക്കാൻ വെച്ച് കൊടുത്തിരിക്കുകയാണത്. അപ്പോൾ ഭഗവാൻ പ്രപഞ്ചത്തിൻ്റെ ഈ ഗ്ലോബായിട്ട് പ്രവർത്തിക്കുക, ഈ അനന്തവ്യാപ്തമായി അചിന്ത വിസ്തൃതിയായി കിടക്കുന്ന മഹാപ്രപഞ്ചങ്ങളുടെ അസ്യ ബ്രഹ്മാണ്ഡസ്യ സമന്തത ഏതാദൃശാൻ അനന്ത കോടി ബ്രഹ്മാണ്ഡാനി ജ്വലന്തി എന്ന് പറയുന്ന മഹാനാരായണ ഉപനിഷത്തിലെ സംക്ഷിപ്തമായ മന്ത്രത്തിൻ്റെ അത്യന്തം വിസ്തൃതമായ രൂപത്തെ കാണിച്ചു കൊടുക്കുക. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അതിനെല്ലാം പ്രതീകങ്ങൾ സൃഷ്ടിച്ച് അതിനെ കാവ്യാത്മകമാക്കുകയാണ് ആര് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആധുനിക വാന നിരീക്ഷണ ശാസ്ത്രത്തെ കാവ്യമായിട്ട് ആവിഷ്കരിക്കുകയാണ്. ശാസ്ത്രത്തെ കാവ്യമാക്കുകയാണ്. ശാസ്ത്രവും കാവ്യവും അതിൽ പ്രയോഗിച്ചിരിക്കുന്ന പ്രതിബിംബങ്ങളുടെ അനേകാർത്ഥധ്വനി സമർത്ഥത കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? സല്ലയിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. കാവ്യം എന്ന് പറയുന്നത് വേറൊരു കലയല്ല, ശാസ്ത്രം എന്ന് പറയുന്നത് വേറൊരു കലയല്ല. കാവ്യവും ശാസ്ത്രവും ഒന്നാണെന്ന് സ്ഥാപിക്കുകയാണ് വ്യാസനോടെ. അങ്ങനെ കാവ്യശാസ്ത്രങ്ങളുടെ അസാധാരണമായ സമന്വയം അവിടെ കവി സാധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കല കൊണ്ട് സാധിക്കേണ്ടുന്ന അത്യത്ഭുതകരമായ ഒരു കൃത്യവും വ്യാസൻ അവിടെ നിർവഹിച്ചിട്ടുണ്ട്. ഇത് ലോകത്തിലെ മറ്റൊരു കാവ്യങ്ങളിലും കാണില്ല, ലോകത്തിലെ മറ്റൊരു നോവലുകളിലും കാണില്ല. ഈ ശാസ്ത്രത്തിൻ്റെയും കലയുടെയും സമന്വയം. ശാസ്ത്രകലകൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ വിജ്ഞാന ശാഖകളല്ല എന്ന് വേദത്തിലും പറഞ്ഞിട്ടില്ല. അത് വ്യാസൻ ഇവിടെ സാധിക്കുകയും ചെയ്തു. അപ്പോൾ വാനനിരീക്ഷണ ശാസ്ത്രത്തെ എന്താക്കി കാണിച്ചു? കഥയാക്കിയും പ്രതീകങ്ങളാക്കിയും അലങ്കാരങ്ങളാക്കിയും കാവ്യബിംബങ്ങളാക്കിയും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അകലെ കിടന്ന
പ്രപഞ്ചങ്ങളെയെല്ലാം ഭഗവാന്റെ ശരീരത്തിൽ കൊണ്ടുവന്ന് വെച്ച് കാണിച്ചു. ഭഗവാന്റെ ശരീരത്തിൽ അതവിടെ ഇല്ല, പിന്നെയും ഉണ്ടായിരുന്നില്ല. അത് ഭഗവാൻ തന്നെ തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാക്കി കാണിക്കണം. എന്താണ്? ഭഗവാൻ ഈ പ്രപഞ്ചം തന്നെ ആകുന്നു, അഭേദം അദ്വൈത ദർശനം എന്താക്കി കാണിച്ചു കൊടുത്തു? പല പല അവയവങ്ങളാക്കി കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് മനുഷ്യരല്ലാത്ത ജീവികളെക്കുറിച്ച് മനുഷ്യന് അനുഭവങ്ങളുണ്ട്. തെറ്റായ അനുഭവങ്ങളായിരിക്കാം, പക്ഷെ ഉണ്ട്. രാത്രിയിൽ വാഴയില അയ്യോ ഓട്ടയൊക്കെ കയറി, ഞാൻ ചെകുത്താനെ കണ്ടേ, ഭൂതത്തിനെ കണ്ടേ, ഒന്നും കണ്ടില്ല, വെറുതെ പേടിച്ചതാണ്. ഈ പേടി എവിടെ ഇരിക്കുന്നതാണ്? പേടി നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഒരു സാധനമാണ്. എങ്ങനെയാണ് ഈ പേടി വരുന്നത്? രണ്ടാമതൊരാളുണ്ട് എന്ന സങ്കല്പത്തിൽ നിന്നാണ് പേടി വരുന്നത്. അപ്പോൾ അദ്വൈത ഭാവനയിൽ എന്തില്ല? അദ്വൈത ഭാവനയിൽ പേടിയില്ല. അതാണ് അഭയം വൈ ബ്രഹ്മ എന്ന് പറയാനുള്ള കാരണം. പേടിയേ ഇല്ല. രണ്ട് എന്നൊന്ന് വരുമ്പോഴാണ് പേടിയുണ്ട്. അയാളെയും ശ്രദ്ധിക്കണമല്ലോ എന്ന് വരുമ്പോഴാണ്. അതുകൊണ്ട് അദ്വൈതികൾക്ക്, അദ്വൈതത്തെ സാക്ഷാത്കരിച്ചവർക്ക്, അങ്ങനെ സാക്ഷാത്കരിച്ചിട്ട് ആ സാക്ഷാത്കാര ഭാവനയോടുകൂടി തന്നെ ജീവിക്കുന്നവർക്ക് എന്തില്ല? പേടിയില്ല. പേടിയില്ലാത്ത അവസ്ഥയാണ് ബ്രാഹ്മി സ്ഥിതി. അതുകൊണ്ടാണ് അതിന് അഭയം എന്ന് പേരിട്ടത്. അതിലേക്ക് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അതിലേക്ക് സഹായിക്കുന്ന ഒരു പാഞ്ചഭൗതിക ദ്രവ്യമാണ് കടുക്ക. അതുകൊണ്ടാണ് കടുക്കയ്ക്ക് അഭയം എന്ന് പേരിട്ടത്, അഭയാരിഷ്ടം. അപ്പോൾ നാം എത്തി നിൽക്കുന്നത് ദ്രോണരുടെ പാഞ്ചാല രാജ്യ ആക്രമണത്തിൽ അദ്ദേഹത്തിന് സവിശേഷമായ ഒരു വ്യക്തി താല്പര്യമുണ്ട് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അങ്ങനെ ഒരു വ്യക്തി താല്പര്യം ഉണ്ടായിരുന്നതായി ദ്രോണർക്ക് തോന്നിയിട്ടില്ല. നമുക്ക് തോന്നാം, നമുക്ക് തോന്നുന്നതിൽ തെറ്റുമില്ല. ദ്രോണർ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചില്ല. ഇദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിച്ച് വിടണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. ഇപ്പോൾ കുട്ടികൾ ചെവിക്ക് പിടിച്ചാൽ പിടുത്തം നല്ലപോലെ പിടിച്ചുവെങ്കിൽ അവൻ ചിലപ്പോൾ ആ ഒരു ദിവസം മുഴുവൻ വേദന വന്നുവന്നിരിക്കും, ചിലപ്പോൾ നീരും വന്നുവന്നിരിക്കും, ചിലപ്പോൾ മരുന്നും ഉപയോഗിക്കേണ്ടി വന്നുവന്നിരിക്കും. പക്ഷേ അവന് നോവണമെന്നോ അവനെ ഉപദ്രവിക്കണമെന്നോ ആ ചെവിക്ക് പിടിച്ച അവൻ്റെ ഉറ്റ ബന്ധു ഉള്ളിൽ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ പ്രവൃത്തിയിൽ സംഭവിച്ചു. അപ്പോൾ ഉള്ളിൽ എന്ത് ആഗ്രഹിച്ചു എന്നാണ് നാം നോക്കേണ്ടത്. ഇപ്പോൾ ശസ്ത്രക്രിയ പോലെയുള്ളൂ. ഡോക്ടർക്ക് ഈ രോഗിക്ക് വേദന വരണമെന്ന് ആഗ്രഹമേ ഇല്ല. എല്ലാ നല്ല ഡോക്ടർമാരും എന്താണ് ചെയ്യുന്നത്? ഒട്ടും വേദനയില്ലാതെ അതിനാണ് അവർ മധുരമായ വാക്കുകളൊക്കെ പറയുന്നത്. ഇതൊന്നും വേദനിക്കില്ല. ഇങ്ങനെ ചില പ്രത്യേക വാക്കുകളൊക്കെ പറയും. പെയിനല്ല ഇത്, വേദനയല്ല. പിന്നെ എന്താണ് നോവുന്നത്? പിന്നെ എന്താണ്? അതൊരു സെൻസേഷനാണ്, നോവലാണേ. പക്ഷേ ഇവൻ പേടിക്കാതിരിക്കട്ടെ എന്ന് എഴുതിയിട്ടാണ് ഈ രണ്ട് വാക്കുകൾ പറയുന്നത്. രണ്ട് വാക്കുകൾക്ക് വേറെ അർത്ഥം തന്നെയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ മെഡിക്കൽ ഡിക്ഷണറിയിൽ അതിന് വേറെ അർത്ഥമാണെന്നാണ് ഡോക്ടർമാർ അവകാശപ്പെടുന്നത്. എന്തിനാണ് അവരങ്ങനെ അവകാശപ്പെടുന്നത്? വേദന അല്ല ഇല്ലേ എന്നൊരു ആശ്വാസം കിട്ടും. കുത്തി കീറുകയാണേ, അപ്പോഴാണ് പറയുന്നത് വേദനയല്ലാന്ന്. പല്ല് പറിച്ചെടുക്കുമ്പോഴാണ് ഇത് വേദനയൊന്നുമല്ല. ഇത് വിദ്യാഭ്യാസമുള്ള പറയും ഇത് പെയിനല്ല സാറേ. പിന്നെന്താണിത്? നമ്മൾ ദേഷ്യം കയറിയിരിക്കുക, നമ്മുടെ കൊല്ലാണല്ലോ പിടിച്ച് പറിക്കുന്നത്. ഇത് വെറുതെ ഒരു സെൻസേഷനാണ്. അനങ്ങാതിരുന്ന വേദന കുറയും, അനങ്ങുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ നമുക്കൊരു ആശ്വാസമായി. ഇത് വേദനയല്ല ഇല്ലേ, സെൻസേഷൻ എന്ന് പറയും. അതുപോലെയാണ് ഇത്. ഒരു യുദ്ധമല്ല, പക്ഷേ യുദ്ധം നടക്കുന്നു. അത് തിരിച്ചറിയണമെങ്കിൽ നമുക്കെന്ത് വേണം? നമ്മൾ അത് തന്നെ നിധ്യാസം ചെയ്തിരിക്കണം. ഒരു കഥയിൽ നാം സാൽമീഭവിക്കുന്നത് എമ്പതി എന്ന നിരൂപണത്തിലൊരു വാക്കുണ്ട് മോഡേൺ ആർട്ടിൽ. എമ്പതി എന്ന് പറഞ്ഞാൽ നാം ആ കലാസൃഷ്ടിയായി തീരലാണ്. നാം ഒരു കഥ വായിക്കുമ്പോൾ നാം ആ കഥാപാത്രമായി തീരണം. അതിന് കഥാപാത്രമായി തന്മയീഭാവം വേണം, തന്മയീഭവനം വേണം, താതാത്മ്യം വേണം, അഭേദ്യമായ ബന്ധം വേണം. അപ്പോൾ നമുക്ക് ആ കഥാപാത്രമായി മാറാൻ സാധിക്കും. ഈ ഇപ്പോൾ ശാകുന്തളം വായിക്കുമ്പോൾ നാം ദുഷ്യന്തൻ സംസാരിക്കുന്ന സമയത്ത് ആരാവണം? നാം ദുഷ്യന്തനാവണം. ശകുന്തള സംസാരിക്കുന്ന സമയത്ത് നാം ശകുന്തള തന്നെ ആവണം. ഇതിന് രണ്ടിനുമുള്ള വാസന ഒരു വ്യക്തിയിൽ സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട്. അതിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും പുരുഷനിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും പുരുഷന് സാധ്യമാണ്. ഇത് സാധ്യമാകണം. ഇത് സാധ്യമായാലേ പൂർണ്ണമായ ആസ്വാദനം സാധിക്കൂ. അപ്പോൾ അപൂർണ ആസ്വാദ്യന്മാരായ ആളുകളാണ് ഇതിനെ സംബന്ധിച്ചെല്ലാം വലിയ തർക്കങ്ങൾ ഉന്നയിക്കുന്നത്. തർക്കങ്ങൾ ഉന്നയിക്കും. അങ്ങനെ ഉന്നയിക്കുന്നതിൽ തെറ്റു പറയാനും സാധ്യമല്ല. അത് താതാത്മ്യം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നാം ദ്രോണർ എന്ന് പറയുന്ന ആചാര്യനിൽ താതാത്മ്യം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിൽ ഈ സൗഹൃദത്തെ ലംഘിച്ചതിൻ്റെ പ്രതികാര ബുദ്ധിയല്ല
പ്രതികാര ബുദ്ധി ഉണ്ടെന്ന് തോന്നുമെങ്കിലും പിന്നെ എന്താണ്, ഇതൊരു മാതൃകയായി ഇദ്ദേഹത്തിലേക്ക് സൗഹൃദത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാജ്യം പിടിച്ചെടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, യുദ്ധത്തിൻ്റെ സംഭവങ്ങൾ നമുക്ക് പ്രതിപാദിക്കാം. യുദ്ധത്തിൽ കൗരവന്മാർ പൂർണ്ണമായും തോറ്റോടി. ഈ കൂട്ടത്തിൽ ആരും കൂടി ഉണ്ടായിരുന്നു? കൗരവരുടെ കൂട്ടത്തിൽ കർണനും ഉണ്ടായിരുന്നു, ഇഷ്ടനും തോറ്റോടി. അപ്പോൾ ഒരു കാര്യം ഇവിടെ ബോധ്യപ്പെടുത്തി, ഒരു പ്രശ്നമുണ്ടായാൽ, യുദ്ധമുണ്ടായാൽ, യുദ്ധത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നില്ല, കൗരവന്മാർ ജയിക്കാൻ പോകുന്നില്ല എന്ന് ഒരു മുൻ സൂചന കൂടി വ്യാസൻ ഈ പാഞ്ചാല യുദ്ധത്തിൽ, കുരുക്കളുടെയും പാണ്ഡവന്മാരുടെയും ആയിട്ട് നടന്ന ഈ പാഞ്ചാല യുദ്ധത്തിൽ മുന്നേ കൂട്ടി പ്രത്യക്ഷപ്പെടുത്തി. അങ്ങനെ ഒരു നാടകീയത അദ്ദേഹം അവിടെ ചിത്രീകരിച്ചു വച്ചു.